മായയാകും ലോകമതിൻ്റെ കെടുതികളിൽ നീ പോയിടരുതേ. മായയാകും ലോകമതിൻ്റെ കെടുതികളിൽ നീ പോയിടരുതേ. ശോഭിതമാം ഭവനം നിനക്കായി ഒരുക്കിടുന്നു ദൂരവേ. ശോഭിതമാം ഭവനം നിനക്കായി ഒരുക്കിടുന്നു ദൂരവേ. സുഭാഷിതം. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. There shall be no more death, nor sorrow, nor cry. There shall be no more pain, for the former things have passed away. മനുഷ്യജീവിതത്തിന്റെ ഭാവി എന്തായി തീരുമെന്നും മനുഷ്യന്റെ ശാരീരിക മരണത്തിന് ശേഷം അവന്റെ ആത്മാവ് എവിടെ എത്തിച്ചേരുമെന്നുള്ള ദൈവിക നിർണയങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിത്യതയുടെ വിവരണങ്ങൾ വിശദമായി പറയുവാൻ ബൈബിൾ തുനിഞ്ഞിട്ടില്ല. നിത്യതയെക്കുറിച്ചുള്ള സമ്പൂർണമായ വെളിപ്പാട് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും നിത്യതയുടെ 2 അനുഭവങ്ങൾ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതോടെ അതിന്റെ പൂർത്തീകരണം മനസ്സിലാക്കാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ഈ ലോകത്തിൽ വിശുദ്ധമായി ജീവിക്കുന്നവരുടെ ഭാവിയെക്കുറിച്ച് 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ എടുക്കപ്പെടാത്ത ജനങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം 4 അധ്യായം മുതൽ 20 അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മേലാൽ സംഭവിപ്പാനുള്ളത് യോഹന്നാനെ ദർശനങ്ങളിൽ കാണിച്ചു വരികയായിരുന്നു. 20 അധ്യായത്തിൽ എത്തുമ്പോഴേക്കും വഞ്ചകനായ സാത്താനെയും എതിർ ക്രിസ്തു അഥവാ മൃഗത്തെയും കള്ളപ്രവാചകനെയും ഗന്ധക തീപ്പൊയ്കയിൽ നിത്യദണ്ഡനത്തിനായി തള്ളിയിടും. പിന്നീട് നടക്കുന്നത് അന്ത്യന്യായവിധിയാണ്. മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. അവിടെ പുസ്തകങ്ങൾ തുറക്കുന്നു. അവരവരുടെ പ്രവൃത്തിക്കനുസരണമായ ന്യായവിധിക്ക് എല്ലാവരും വിധേയമാകും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും 2ാം മരണമാകുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും സ്വർഗീയ യെരുശലേമിനും അവകാശികളായി കർത്താവിനോടുകൂടെ നിത്യം വസിക്കും. നിത്യദണ്ഡനവും നിത്യജീവനും നിത്യതയുടെ 2 അവസ്ഥകളാണ്. ഭൂമിയിൽ നാം ജീവനോടിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളുടെയും ജീവിതത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഏത് നിത്യതയിൽ നാം പ്രവേശിക്കും എന്ന് വിധിക്കുന്നത്. ഗന്ധക തീപ്പൊയ്ക അല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 20:10 എഴുതിയിരിക്കുന്നത് അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും എന്നാണ്. നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നവരുടെ അവസ്ഥയാണ് നാം കുറിവാക്യമായി വായിച്ചത്. ഇനി മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല. ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. 21 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ ഒരു സാഹചര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേക അനുഭവം അവർക്കുണ്ടാകുന്നു. 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും.
ഇതാണ് നിത്യജീവൻ പ്രാപിക്കുന്നവർ അനുഭവിക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥയാണിത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ പുതിയ സൃഷ്ടികളായി തീർന്നവർക്കാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതുക്കപ്പെട്ട അനുഭവങ്ങളും ലഭിക്കുന്നത്. 2 കൊരിന്ത്യർ 5:17 പൗലോസ് എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചെങ്കിൽ മാത്രമേ സകലവും പുതുതാക്കുന്ന ദൈവത്തോടൊപ്പം നിത്യജീവനിൽ വാഴുവാൻ കഴിയുകയുള്ളൂ. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ആകയാൽ നിത്യദണ്ഡനത്തിലേക്ക് പോകാതെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ഒന്നുകിൽ നമ്മുടെ മരണം വരെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ വിശുദ്ധിയോടെ ജീവിപ്പാൻ തീരുമാനമെടുക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവാൻ ഞങ്ങൾക്കിടയാകാതെ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നിത്യരാജ്യത്തിലെത്തുവാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. മുത്തുകളാൽ നിർമ്മിതമാം പുത്തനേറുശലേമും, മുത്തുകളാൽ നിർമ്മിതമാം പുത്തനേറുശലേമും, തങ്കനിർമ്മിത സ്ഫടികതുല്യ ശോഭയേറും നാടത്തിൽ, തങ്കനിർമ്മിത സ്ഫടികതുല്യ ശോഭയേറും നാടത്തിൽ, അന്യനല്ല സ്വന്ത കണ്ണ എൻ്റെ പ്രിയനെ കാണും ഞാൻ, അന്യനല്ല സ്വന്ത കണ്ണ എൻ്റെ പ്രിയനെ കാണും ഞാൻ.